LDFും UDFും കേരളത്തെ കലാപഭൂമിയാക്കാൻ ശ്രമിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. SDPI അടക്കമുള്ള വർഗീയ സംഘടനകളുടെ കയ്യിലാണ് ഇരു മുന്നണികളും. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം BJPക്ക് ഒരു പാളിച്ചയും ഉണ്ടായിട്ടില്ലെന്നും K. സുരേന്ദ്രൻ കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വർഗീയ സംഘടനകളുമായി കൂട്ടുപിടിച്ച് LDFും UDFും കേരളത്തെ കലാപഭൂമിയാക്കാൻ ശ്രമിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. SDPIയും ജമാഅത്തെ ഇസ്ലാമിയും അടക്കമുള്ള വർഗീയ സംഘടനകളാണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത്. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് വരെ വർഗീയ ശക്തികളുടെ ഇടപെടൽ നടന്നു. SDPI വോട്ടുകൾ സംബന്ധിച്ച് BJP തുടക്കം മുതൽ പറഞ്ഞതാണ്. SDPIക്കുമൊക്കെ കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളെ സ്ഥിരമായി നിയന്ത്രിക്കാൻ കഴിയുന്നു. SDPIയും PFIയും വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ നിയന്ത്രിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ പോകുന്നു. നിരവധി നേതാക്കൾ SDPIയുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ SDPIക്കും PFIക്കും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സമുദായത്തെ മുഴുവൻ സ്വാധീനിക്കാൻ കഴിയുന്നു. അതാണ് ഇപ്പൊ കേരളത്തിൽ ഇനി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മാധ്യമങ്ങളും ഇരു മുന്നണികളും അതിനെ ഗൗരവത്തിലെടുത്തില്ലെങ്കിലും PFIക്ക് കേരളത്തിൽ പൊതുവെ സമാധാനപരമായി പ്രവർത്തിക്കുന്ന ഒരു സമുദായത്തിനകത്ത് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം കൈവരുന്നു. PFI നിയന്ത്രിക്കുന്നത് പോലെ ആരാധനാലയങ്ങളെ ബന്ധപ്പെടാൻ അവർക്ക് കഴിയുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരിടത്തും പാളിച്ചകൾ സംഭവിച്ചിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടിക്ക് അതിന്റേതായ രീതികളുണ്ട്. പാലക്കാട് 3 പേരുകളാണ് നിർദ്ദേശിച്ചത്. 2 പേർ മത്സരരംഗത്തില്ലെന്ന് അറിയിച്ചതാണ്. BJPയിൽ സ്ഥാനാർത്ഥി മോഹികളില്ല. തെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായി വിശകലനം ചെയ്യും. സ്ഥാനാർത്ഥി നിർണയത്തിന് നിയതമായ ഒരു രീതി ഞങ്ങൾക്കുണ്ട്. ഇത്തവണയും അത് തന്നെയാണ് എല്ലായിടത്തും സംഭവിച്ചത്. ഉദാഹരണത്തിന് പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തിന് ഞങ്ങളെ പാർട്ടിയുടെ കോർ കമ്മിറ്റി ചുമതലപ്പെടുത്തിയത് ബഹുമാന്യനായിട്ടുള്ള മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജശേഖരന്. സ്ഥാനാർത്ഥി നിർണയം ഏതെങ്കിലും ഒരു വ്യക്തി നടത്തുന്ന പതിവ് ഭാരതീയ ജനതാ പാർട്ടിയിലില്ല. ഇനി സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സരിച്ച ആള് അവസാന നിമിഷം വരെ എന്നെ മത്സരിപ്പിക്കരുത് എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അവസാന നിമിഷം വരെ. പക്ഷേ ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തോട് മത്സരിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുക. അദ്ദേഹത്തിന്റെ പേരും കൂടി വെട്ടിയിട്ട് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ശരിയായ നിലപാടായിരിക്കില്ല. അതുകൊണ്ട് കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുന്ന ആൾ അങ്ങനെയല്ല. അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിൽ ഇതുവരെ മത്സരിച്ചിട്ടില്ല. എല്ലാ സ്ഥാനാർത്ഥികളെയും അങ്ങനെ തന്നെയാണെന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ ആരും സ്ഥാനാർത്ഥി മോഹികളില്ല. സംസ്ഥാനത്ത് BJP ഒറ്റക്കെട്ടാണ്. മറ്റെല്ലാം മാധ്യമ സൃഷ്ടിയാണ്. തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും മാധ്യമങ്ങൾ BJPക്ക് പ്രതിരോധം തീർത്തു. തെരഞ്ഞെടുപ്പ് തോൽവിയിലെ ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷനാണ്. അധ്യക്ഷ പദവി സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് വ്യക്തമാക്കി. ജനം, കോഴിക്കോട്.